കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലം ഈ ഹോളിൽ സന്നിധരായിരിക്കുന്ന വിശിഷ്ട ദൈവദാസന്മാർക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും എൻ്റെ ക്രിസ്തുവേശ്വരുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഇന്നെന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം സുവിശേഷീകരണവും അതിൻ്റെ ആവശ്യകതയും എന്ന വിഷയത്തെപ്പറ്റി ഒരു സന്ദേശം കൈമാറുക എന്നുള്ളതാകുന്നുവല്ലോ. പ്രിയമുള്ള ദൈവജനമേ, എന്താകുന്നു സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ, നാം ഒക്കെയും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി നമ്മുടെ ജഡത്തിൽ സ്വീകരിച്ച് നാം ആയിരിക്കുന്ന തലങ്ങളിലായിരിക്കുന്നു. പല നിലകളിലാണ് നാം ക്രിസ്തുവാകുന്ന സത്യത്തെ തിരിച്ചറിയുവാൻ ഇടയായി തീർന്നത്. എന്നാൽ നമുക്ക് ചുറ്റിനും അനേകർ ഈ ക്രിസ്തുവാകുന്ന സത്യത്തെ തിരിച്ചറിയാതെ നിത്യ നരകത്തിലേക്ക് കടന്നു പോകുന്ന സാഹചര്യം ഇന്ന് വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്നവരോട് നാം അറിഞ്ഞ ഈ സത്യം, ഈ ക്രിസ്തുവാകുന്ന സത്യത്തെ പകർന്നു കൊടുക്കുന്ന പ്രക്രിയയാണ് ഏറ്റവും ലളിതവും സരസവുമായ ഭാവത്തിൽ സുവിശേഷീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ദൈവവചന ഭാഗത്തിൽ നിന്നും 2 ഭാഗങ്ങൾ നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. ഇനി മറ്റൊരു വാക്യശകലം നമുക്ക് ചിന്തിക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രിയമുള്ള ദൈവജനമേ, ഈ 2 വാക്യങ്ങളും വളരെ വ്യക്തമായി കാണിക്കുന്നു, സുവിശേഷീകരണം എന്ന് പറയുന്നത് ദൈവം മാനവരാശിക്ക് നൽകിയിരിക്കുന്ന കൽപ്പനയാണ്. നാം എല്ലാവരും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലായിരിക്കുന്നവരും ദേശത്തായിരിക്കുന്നവർ ഞായറാഴ്ച ദിവസങ്ങളിലും വിശുദ്ധ സഭായോഗങ്ങൾ, ബാക്കിയുള്ള ആത്മീയ വർധനവിന് വേണ്ടിയിട്ടുള്ള കൺവെൻഷനുകൾ ഒക്കെയും കൂടി വരുന്നുണ്ട്. എന്നാൽ നാം സുവിശേഷീകരണത്തിന് വേണ്ടി എത്രത്തോളം പ്രയത്നിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ചിന്തിക്കേണ്ടതായിട്ട് നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനയാണ് സുവിശേഷം നാം എല്ലാ വ്യക്തികളിലേക്കും കൊണ്ടുചെല്ലണമെന്നുള്ളത്. കാരണം നമ്മൾ ആ വിഷയത്തിന്മേൽ ഒരിക്കലും സ്വാർത്ഥരായി തീരുവാൻ ഇടവരരുത്. കാരണം മറ്റാരുടെയൊക്കെയോ പ്രയത്നം പരിശുദ്ധാത്മാവിനാൽ ഉള്ളത് കൊണ്ടാണ് നാം ഈ തലങ്ങളിൽ ആയിരിക്കാൻ ഇടയായി തീർന്നത്. പ്രിയമുള്ള ദൈവജനമേ, അതുപോലെ തന്നെ ഞാൻ വായിച്ച 2-ാമത്തെ വാക്യത്തിനകത്ത് പ്രത്യേകാൽ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത്. ഈ അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? നിത്യ ന്യായവിധി ദിവസത്തിൽ യേശു കർത്താവിന്റെ മുൻപിൽ ന്യായാസനത്തിൽ നാം നിൽക്കുമ്പോൾ നാം ഈ നാടുകളിലൊക്കെ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ തീർച്ചയായും കർത്താവിന് സന്തോഷം ഉളവാക്കുന്നതാണ്. എന്നാൽ അതിലുപരിയായി സുവിശേഷം നാം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം. തീർച്ചയായും നാം അതിന് ഉത്തരം പറയേണ്ട ഒരു ദിവസം ഉണ്ട്. അതുകൊണ്ട് നാം ഈ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, കർത്താവിന്റെ 2-ാം വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു നിമിഷത്തിൽ കൂടാണ് നാം കടന്നു പോകുന്നത്. ആ കർത്താവിന്റെ 2-ാം വരവിൽ എത്ര സ്തോത്രം ആത്മാക്കളെ നാം സ്വർഗത്തിനു വേണ്ടി നേടി എന്നുള്ളത് ക്രിസ്തു നോക്കുന്നു. അനേകർ നരകത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യമാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമുക്കറിയാം, ദൈവവചനത്തിൽ പറയുന്നുണ്ട് ഫിലിപ്പോസിന്റെയും ഷണ്ണന്റെയും കഥ. പ്രിയമുള്ളവരെ, അവരിരുവരും ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഷണ്ണൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫിലിപ്പോസിൽ ദൈവാത്മാവ് ക്രിയ ചെയ്യുവാൻ ആരംഭിച്ചു. തന്നോട് ചോദിപ്പാൻ ഇടയായി തീർന്നു, താങ്കൾ വായിക്കുന്ന ഈ ഭാഗം താങ്കൾക്ക് വെളിപ്പെടുന്നുണ്ടോ? അപ്പോൾ ഷണ്ണൻ പറയുന്നു, ഇതാരെങ്കിലും ഒന്ന് എനിക്ക് വിവർത്തിച്ച് തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വിവരിച്ച് തന്നിരുന്നുവെങ്കിൽ നന്നായിരുന്നുവെന്ന്. ഫിലിപ്പോസ് അവിടെ ഒരു സുവിശേഷീകരണം ചെയ്യുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിൽ പ്രവർത്തിച്ചു.
ആ പ്രവർത്തനത്തിൽ യേശുവിനെ ഷണ്ണന് നൽകുവാൻ ഇടയായി തീർന്നു. അവർ ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുളം കാണുവാൻ ഇടയായി. ഷണ്ണൻ ഞൊടി നിമിഷത്തിൽ ചോദിക്കുന്നു, ഇനി എനിക്ക് സ്നാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞിരിപ്പാൻ എന്തു തടസ്സം? സ്തോത്രം. പ്രിയമുള്ളവരെ, നാം പലപ്പോഴും സുവിശേഷം അറിയിക്കുന്ന വിഷയത്തിൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണിത്. ഇത് ഒരു വളരെ കഠിനമായ പ്രവൃത്തിയാണെന്ന് നാം ചിന്തിക്കുന്നു. നാം ഈ ദൈവവചനത്തിൽ കൂടെ ഈ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നോക്കൂ, എത്ര നിസ്സാരമായിട്ടാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവിടെ ആ പ്രവർത്തനം നടക്കുന്നത്, അവിടെ ആ സ്നാനം നടക്കുന്നത്. അതുപോലെ തന്നെ ആ സ്നാനത്തിന് ശേഷം അവിടെ പറയുന്നു, ഇരുവരും പിന്നെ കണ്ടിട്ടില്ല. നാം ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുവിശേഷം അറിയിക്കുന്ന വ്യക്തികൾ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളം നാം കണ്ടെന്നു വരത്തില്ല. ദൈവം ആ സമയത്ത് നമ്മെ ഉപയോഗിക്കുന്നതാണ്, ആ ഒരൊറ്റ സമയം. അതുപോലെ തന്നെ ചിലപ്പോൾ ആ ഷണ്ണനായ വ്യക്തിയിൽ കൂടെ ആയിരിക്കും ആയിരങ്ങളിലേക്കും പതിനായിരങ്ങളിലേക്കും ലക്ഷങ്ങളിലേക്കും ഈ സുവിശേഷം കടന്നു ചെല്ലുന്നത്. അപ്പോൾ നാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വ്യക്തിയോട് നാം സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ അനേകരിലേക്ക് പോകേണ്ടുന്ന ഈ ഒരു സംവിധാനത്തിന് നമ്മൾ തടസ്സം നിൽക്കുകയാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ആ ദൈവവചന ഭാഗത്ത് പ്രത്യേകാൽ പറയുന്നു, ഈ സ്നാനം കഴിഞ്ഞതിന് ശേഷം ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് ആ ദേശത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയി. ഇതിനകത്തും നമുക്ക് വലിയൊരു ദൂതുണ്ട് പ്രിയമുള്ളവരെ. നാം ഒരു ദേശത്തോ ഒരു കൂട്ടം വ്യക്തികളോടോ നാം സുവിശേഷം അറിയിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ ഒരു ഫലം കണ്ടു എന്നിരിക്കാം, ചിലപ്പോൾ കണ്ടില്ല എന്നിരിക്കാം. ദൈവം പറയുന്നു, നമ്മളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടുകൂടി ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം ദൈവപ്രവൃത്തിയാണ്. അപ്പോൾ ഫിലിപ്പോസ് ആ ദേശത്ത് നിന്ന് എടുക്കപ്പെട്ടു പരിശുദ്ധാത്മാവിനാൽ. നാമും എവിടെയെങ്കിലും സുവിശേഷം അറിയിച്ച് അവിടെ ഒരു വലിയ പ്രവൃത്തി കണ്ടുവെങ്കിൽ അവിടെ തന്നെ നിലനിൽക്കാതെ അടുത്ത ദേശത്തേക്ക്, അടുത്ത വ്യക്തികളിലേക്ക് ഈ സുവിശേഷം കൈമാറുവാൻ ഇതേ എരിവ് തന്നെ നമ്മളിലും വളരെ ആവശ്യമാണ്. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് ഈ പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ സുവിശേഷീകരണത്തിനെ എപ്രകാരമുള്ള മനോഭാവത്തിലാണ് നോക്കിക്കാണുന്നത്? ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം അനേകരെ നാം കാണുന്നു, ഒരു വ്യക്തിയോടെങ്കിലും നാം സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയിൽ കൂടെ അനേകരിലേക്ക് ഈ സുവിശേഷം കൈമാറപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന നിലകളിൽ ഒരാത്മാവിനെയെങ്കിലും നിത്യ നരകത്തിൽ നിന്നും വിടുവിപ്പാൻ നമ്മളാൽ കഴിഞ്ഞുവെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അർത്ഥം. ഈ വാക്കുകളാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.